നമസ്കാരം. എല്ലാവർക്കും PSC ECEC സക്സസിലേക്ക് സ്വാഗതം. സർജിയന്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 110/21. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു കറക്ഷനുണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷനിൽ. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. ആ ചോദ്യപേപ്പറിലെ 78ാമത്തെ ചോദ്യമാണ്. ചോദ്യം വായിക്കാം. ഒരാൾ 30 മീറ്റർ കിഴക്കോട്ട് നടന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞ് 40 മീറ്റർ നടന്നു. വീണ്ടും വലതുവശത്തേക്ക് തിരിഞ്ഞ് 60 മീറ്റർ നടക്കുകയും തുടർന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് 40 മീറ്റർ നടക്കുകയും ചെയ്തു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 30 മീറ്റർ നടന്നു. തുടർന്ന് 50 മീറ്റർ വടക്ക് കിഴക്ക് ദിശയിൽ നടന്നു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്തു നിന്ന് ഇത്ര അകലത്തിൽ ആണ്. അപ്പോൾ നമുക്കിതിൽ ഓരോന്നായിട്ട് വരച്ചു പോകാം. ഒരാൾ 30 മീറ്റർ കിഴക്കോട്ട് നടന്നു. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്നും കിഴക്കോട്ടേക്ക് എന്ന് പറയുമ്പോൾ ഈ ഭാഗം നമുക്ക് ഡയറക്ഷൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. മലയാളത്തിൽ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അപ്പോൾ ഇവിടെ കിഴക്കെന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നത്. കിഴക്കോട്ടേക്ക് 30 മീറ്റർ നടന്നു. ഇനി വലതുവശത്തേക്ക്, അപ്പം ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇനി ഞാൻ A എന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് വലതുവശത്തേക്ക് എന്ന് പറയുമ്പോൾ താഴേക്കാണ്. താഴേക്ക് 40 മീറ്റർ നടന്നു. വീണ്ടും വലതുവശത്തേക്ക്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ പോയിന്റിൽ ഇവിടെ നിന്ന് താഴേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആൾ അവിടെ നിന്ന് വലതുവശത്തേക്ക്. അപ്പോൾ ഇങ്ങോട്ടേക്കാണ്. വീണ്ടും വലതുവശത്തേക്ക് തിരിഞ്ഞ് 60 മീറ്റർ. 60 മീറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ വരെയാകുമ്പോഴേക്കും ഇത് 30ആയി. ഈ SA സമാന്തരമായി ഇവിടെ. ഇപ്പോൾ ഇതൊരു B എന്ന് മാർക്ക് ചെയ്താൽ ഇങ്ങോട്ടേക്ക് ഇത്രയും ഇപ്പം 30ആയി. ഇനി വീണ്ടും ഇങ്ങോട്ടേക്ക് 60, ഇത്രയും കൂടെ. ഇപ്പോഴാണ് 60 ആകുന്നത്. B ഇവിടെ ഒരു C എന്ന് മാർക്ക് ചെയ്യാം. 60 മീറ്റർ, അതായത് ഇത്രയും ഭാഗമാണ് 60 മീറ്റർ എന്ന് പറയുന്നത്. 60 മീറ്റർ. BC, B to C ആണ് 60 മീറ്റർ സഞ്ചരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം. 30 അതിനെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ 60 മീറ്റർ നടന്നു. തുടർന്ന് ഇവിടെ ഇപ്പോൾ സിയിലാണ് നിൽക്കുന്നത്. 60 മീറ്റർ നടന്നെത്തി സിയിൽ നിൽക്കുന്നു. തുടർന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് 40 മീറ്റർ നടക്കുകയും ചെയ്തു. അപ്പോൾ സിയിൽ നിന്നും ഇടത്തേക്കെന്ന് പറയുമ്പോൾ താഴോട്ടേക്ക് നടന്ന് 40 മീറ്റർ നടക്കുകയും ചെയ്തു. അപ്പോൾ അതിനെ E എന്ന് മാർക്ക് ചെയ്യുന്നു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക. ഇടത്തേക്കെന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലേക്കാണ്. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 30 മീറ്റർ. ഇത് 30 മീറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ നമുക്ക് 30 മീറ്റർ ഇവിടെ മാർക്ക് ചെയ്താൽ ഇത് Dക്ക് നേരെ എതിർവശം ഈ ഭാഗത്തായിട്ട് വരും. F എന്ന് മാർക്ക് ചെയ്യും. 30 ഇവിടം വരെ. അതുകൊണ്ടാണ് ഇവിടെ ഈ D ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ മാർക്ക് ചെയ്തത്. B to D എന്ന് പറയുന്നത് 30ആണ്. ഇപ്പോൾ ഇവിടെ നിന്നൊരു ഇങ്ങനെ യോജിപ്പിച്ചാൽ S to D. അത് കഴിഞ്ഞ് ഇവിടെ ഈ D to F. അപ്പോൾ ഇവിടെ ഈ E to F ആയിട്ട് വന്നേക്കുന്നത് 30. അതുപോലെ DF, EF എന്ന് പറയുന്നത് 30ആണ്. നമുക്ക് പടം നോക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ EF 30, DF എന്ന് പറയുന്നത് 40ആണ്. കാരണം CE 40 ആയതുകൊണ്ട് തന്നെ, അതിന് കാരണം CE 40 ആയതുകൊണ്ട് തന്നെ DFും
40 തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കൃത്യമായി മാർക്ക് ചെയ്യുക. ഇനി ഈ എഫ് എന്ന പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും തുടർന്ന് 50 മീറ്റർ വടക്ക് കിഴക്ക് ദിശയിൽ. അപ്പോൾ ഇവിടുന്ന് വടക്ക് കിഴക്കെന്ന് പറയുമ്പോൾ നമ്മളിവിടെ വടക്ക് കിഴക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ഇതാണ് വടക്ക് കിഴക്കെന്ന് പറയുന്ന ഭാഗം ഇന്ന് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോകുന്നു. ഇങ്ങോട്ടേക്കാണ് പോകുന്ന പാതയെന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലാവും. BD എന്ന് പറയുന്നത് 30 തന്നെയാണ്. കാരണം BD എന്ന് പറയുന്നത് SAക്ക് സമാന്തരമായിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ പാരലലായിട്ടായതുകൊണ്ട് അത് 30ആണ്. അപ്പോൾ ഇത് 30, ഇവിടെ ഇതും 30 ആയതുകൊണ്ട് ഇവിടെ പൈതഗോറസ് തിയറം പ്രകാരം ഇവിടെ 30, 40 ഈ BF എന്ന് പറയുന്നത് ഇപ്പോൾ പൈതഗോറസ് തിയറം പ്രകാരം √30² + 40² വരും. അപ്പോൾ അവിടെ അത് അതായത് ഇതൊരു ട്രയാങ്കിൾ BDF എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. അതിൻ്റെ ഒരു ഹൈപ്പോട്ടന്യൂസ് ഭാഗമായിരിക്കും ഈ 50 മീറ്റർ വടക്ക് കിഴക്ക് എന്ന് പറയുന്നത്. √900 + 1600 ഇതായിരിക്കും. ഈ BF എന്ന് പറയുന്നതായിരിക്കും ഈ 50 മീറ്റർ ആയിട്ട് വരുന്നത്. ഇത് ഈ പൈതഗോറസ് ഇത് വെച്ച് ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം, ഇത് 50 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 50 മീറ്റർ ആണ് ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ഇത് ചെയ്തതാണ്. ഈ BDF എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ബേസ് ഭാഗമായിട്ട് ഈ 30ഉം DF എന്ന് പറയുന്നത് മറ്റേ വശവുമായിട്ട് വരുന്നത് കൊണ്ട് ഈ 50 മീറ്റർ എന്ന് പറയുന്ന Fഉം Bയും കൂടെ യോജിക്കുന്ന ഇതാണ്. ഇനി നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര അകലത്തിൽ? ഇപ്പോൾ അയാൾ B എന്ന ഭാഗത്തിലാണ്, ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ B എന്ന് പറയുന്നത് Sൽ നിന്നും ഇങ്ങോട്ടേക്ക് യോജിപ്പിക്കുക. ഇതും അതേപോലെ തന്നെ ABS എന്ന രീതിയിലൊരു ട്രയാങ്കിളാണ്. അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരും SB എന്ന് പറയുന്നത്. അവിടെ ഒരു ട്രയാങ്കിൾ ഇതേപോലെ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് SAB. അവിടെ SA എന്ന് പറയുന്നത് 30ഉം AB എന്ന് പറയുന്നത് 40ഉം ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യോജിപ്പിച്ച SB എന്ന് പറയുന്നത് മുമ്പേ കണ്ടുപിടിച്ചതുപോലെ തന്നെ √30² + 40² എന്ന് പറയുന്ന അതേ രീതിയിൽ √2550 മീറ്ററാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പോയിൻ്റ് F വരെ വരുന്നത് കുഴപ്പമില്ല. Fൽ നിന്നും വടക്ക് കിഴക്കെന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം, F മുതൽ B വരെ. അപ്പോൾ ആ 50 എന്ന് പറയുന്നത് BDF എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ഭാഗമാണ് ഈ 50 വരുന്നത്. അങ്ങനെ Bയിലാണ് നിൽക്കുന്നത്. അപ്പോൾ Bയും S തുടങ്ങിയ സ്റ്റാർട്ടിംഗ് പോയിൻ്റായ S മുതൽ B വരെ വീണ്ടും യോജിപ്പിക്കുമ്പോൾ അത് ABS എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. അത് 50 മീറ്ററാണ്. അപ്പോൾ ഉത്തരം 50 മീറ്റർ. ഓപ്ഷൻ B 50 മീറ്ററാണ് ഉത്തരം. ഇത്രയുമാണ്. താങ്ക് യു.